ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കേക്ക് വ്ളോഗാണ്. അപ്പോൾ ഈ ഒരു കേക്ക് വ്ളോഗിൽ ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് 2 കേക്ക് ഓർഡർ ഉണ്ടായിരുന്ന ഒരു ദിവസത്തേക്ക് 2 കേക്കുകളാണ്. ഒന്ന് 1 kg അളവിൽ വരുന്നൊരു വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളും അതുപോലെ 1/2 kg അളവിൽ വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ്. ഡീറ്റെയിൽഡ് റെസിപ്പി ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. കേക്ക് വ്ളോഗാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമുള്ളത്. കേക്ക് റെസിപ്പിയിലാറ് ഒരുപാട് ഇഷ്ടം എനിക്ക് തോന്നിയിട്ടുള്ളത് കേക്ക് വ്ളോഗ്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഏതാ കൂടുതൽ ഇഷ്ടമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കേക്ക് വ്ളോഗായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 കേക്ക് നമ്മൾ ഓരോ വ്ളോഗും ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 2 കേക്കും ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് 1 kg അളവിൽ വരുന്ന ചോക്ലേറ്റ് ക്രഫിന് വേണ്ടിയിട്ട് ഒരു വാനില കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ 1/2 kg അളവിൽ ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ചും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്യേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം ഞാൻ 2 കേക്കിലേക്ക് ഒരുമിച്ചാണ് ക്രീം ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്തെടുത്താൽ നമുക്ക് ക്രീം ഒരുപാട് വേസ്റ്റ് ആവില്ല. 2ലേക്ക് ഒരുമിച്ചൊക്കെ ക്രീം ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഇവിടെ ഈ 2 കേക്കിലേക്ക് വേണ്ടിയിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 kgയിലേക്ക് 1.25 കപ്പാണ് നമ്മൾ സാധാരണ ഞാൻ എടുക്കാറ്. ഡെക്കറേഷൻസ് ഒന്നും ഒരുപാടൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ 1/2 kgയിലേക്ക് 3/4 കപ്പുമാണ്. അപ്പോൾ അത് ടോട്ടൽ 2 കപ്പ് അങ്ങനെ ഒരുമിച്ച് എടുത്താൽ ചിലപ്പോൾ 2 കപ്പ് തന്നെ വേണ്ടിയില്ല. പക്ഷേ ബ്ലാക്ക് ഫോറസ്റ്റിന് മുകളിൽ ചെറിയ ഫ്ലവറൊക്കെ വരക്കാളുകൊണ്ട് 2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്കൊക്കെ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ കേക്കൊക്കെ നമുക്ക് ലെയേഴ്സാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ കേക്കിൽ ചിലരൊക്കെ എന്നോട് പറയാറുണ്ട് ചിലപ്പോൾ ഇതുപോലെ മുകൾ ഭാഗം ഒരു ഒട്ടൽ വരുന്നുണ്ട് എന്നൊക്കെ. അത് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓവനിൽ ചെയ്യുമ്പോൾ അത് വരില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് എല്ലാ കേക്കിനൊന്നും വരില്ല, ചിലപ്പോഴേ അങ്ങനെ വരാറുള്ളൂ. അപ്പോൾ ആ ഒരു ഒട്ടൽ ഇങ്ങനെ കൈ വെച്ചിട്ട് തണുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതുപോലെ ആക്കിയാൽ അത് പോവുകയും ചെയ്യും. അത് ഒഴിവാക്കിയാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അതിങ്ങനെ ആവി ഇറങ്ങി നമ്മൾ ആ ഒരു അടച്ച് വെക്കുന്ന മൂടിയിൽ നിന്ന് ആവി ഇറങ്ങിയിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അത് വേവാനിട്ടൊന്നുമല്ല, അത് ഒരു ആവി ഇറങ്ങിയിട്ട് അതിൽ നനവ് വരുമ്പോൾ സംഭവിക്കുന്നതാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കൈവച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ട് അത് ഒഴിവാക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ കേക്ക് നമ്മൾ ഈ ഒരു മോൾഡിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോകും. അതുപോലെ ലേയേഴ്സാക്കി എടുക്കുന്നതൊക്കെ അങ്ങനെ തന്നെ. ലേയേഴ്സാക്കി എടുക്കുമ്പോഴും നന്നായിട്ട് തണുത്ത ശേഷം വേണം ലേയേഴ്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിലും കേക്ക് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് നമുക്ക് 3 ലേയേഴ്സൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്യണേ. അപ്പോൾ ഇത് ഞാൻ ലേയേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കേക്ക് നമുക്ക് ലേയേഴ്സായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രോബ്ലം ഈ ഒരു കേക്കിനില്ല. മുകൾ ഭാഗം ഒട്ടൽ ഈ ഒരു കേക്കിന് വന്നിട്ടില്ല. അത് ചിലപ്പോഴേ സംഭവിക്കുകയുള്ളൂ. നമുക്ക് ഓരോ ടെമ്പറേച്ചറിനനുസരിച്ചാണ് ഇത് സംഭവിക്കുക. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ വെന്തിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇത് 3 ലേയേഴ്സായിട്ടൊന്ന് കട്ട് ചെയ്തത് വൈറ്റ് ചോക്ലേറ്റ് ട്രഫിളിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതും ഇതുപോലെ ലേയേഴ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിനുള്ള ഐസിങ്ങാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ടാണ് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പ് ഓവറായിട്ട് വരില്ല. ഇപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടുള്ള കേട്ടോ. ഞാൻ ആദ്യം ബോട്ടിൽ വെച്ചിട്ടൊക്കെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്തിട്ട് അപ്പോൾ അതിലാറൊക്കെ നമുക്ക് കേക്കിൽ നല്ല വെറ്റ്നെസ് കിട്ടുകയും ചെയ്യും. എന്നാൽ ഓവറായിട്ട് പോവില്ല. ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2-3 കേക്കൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒന്നുകൂടെ ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കേക്കിൻ്റെ ക്രം കോട്ടിങ്ങും ആദ്യം തന്നെ കഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ എല്ലാം ഒരുമിച്ച് ചെയ്തതിന് ഡെക്കറേഷൻ മാത്രം പിന്നീട് ആക്കിയാൽ മതി. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാം. അങ്ങനെ ഓരോ കാര്യത്തിലും നമ്മളങ്ങനെ ടൈം സേവ് ചെയ്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഐസിങ് കഴിഞ്ഞിട്ട് ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതിപ്പോൾ 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്രീമൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് നമുക്കത് ക്രം കോട്ടിങ് ചെയ്തിട്ട് എടുക്കാം.
അപ്പോൾ ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ ഒരുപാട് ക്രീം വെച്ചിട്ട് ക്രം കോട്ടിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യുമ്പോൾ എന്തായാലും നന്നായിട്ട് ക്രീം വേണം, എന്നാലേ നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും ഒരുപാട് ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ക്രംസ് ഒന്നും കാണാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ അതാ ക്രം കോട്ടിങ്ങും ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മറ്റേ കേക്കിൻ്റെ ഐസിങ്ങും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1/2 kg ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് 1 kg ഇതാണല്ലോ, അപ്പോൾ ഇതിലേക്ക് 10 ഇഞ്ചിൻ്റെ ബേസുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം. ആദ്യം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ എന്താണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതിൻ്റെ ക്രം കോട്ടിങ്ങും ഇവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതും ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തണുക്കാനാകുമ്പോഴേക്ക് മറ്റേതിൻ്റെ ഡെക്കറേഷൻസ് നമുക്ക് ചെയ്ത് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ചെറിയൊരു സൈഡിൽ മാത്രം ഇങ്ങനെ ഫ്ലവർ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിന് വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ചെറുതിന്ന് വലുതൊക്കെ വരുന്ന രീതിയിൽ കേട്ടോ, ഫ്ലവർ വെച്ച്. പിന്നെ സൈഡിലൊക്കെ ഇങ്ങനെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇതിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ പേരെഴുതുന്നത് ഞാൻ ഫോണ്ടൻറ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ കൊണ്ടുവന്ന സമയത്തേ വെക്കുന്നുള്ളൂ, ഡെലിവറി ചെയ്യുന്ന സമയത്തേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഫ്രോസ്റ്റിംഗ് കൂടെ ചെയ്തെടുക്കുകയാണ്. ഇതിൽ പിന്നെ ഗനാഷ് ഒഴിക്കാനുള്ളതാണല്ലോ, അപ്പോൾ കൂടുതൽ ഫിനിഷിങ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് കണ്ടോ, ക്രീം നമ്മൾ എടുത്തിട്ടുള്ള 2 കപ്പ് വിപ്പിംഗ് ക്രീമിൽ കുറച്ച് പോലും വിപ്പിംഗ് ക്രീം ബാക്കിയായിട്ട് വന്നിട്ടില്ല. പിന്നെ ഇതിന് എക്സ്ട്രാ ഫ്ലവറൊക്കെ വരക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ച് ആവശ്യമായിട്ട് വരൂ. പക്ഷേ ഞാനിതിൽ ഫ്ലവർ വെക്കുന്നില്ല. നമ്മൾ എഡിബിൾ എന്താ പറയുക, ക്രീം ഫ്ലവേഴ്സ് അല്ല വെക്കുന്നത്, ഫാൻസി ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ ഞാനിതാ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് അതിലേക്ക് ബർഗണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള കളർ ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഗനാഷ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേക്ക് നന്നായിട്ട് തണുത്ത് വരണം എന്ന്. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചോക്ലേറ്റിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തിട്ടാണ് ഗനാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 2 കേക്കിൻ്റെ ഡെക്കറേഷൻസും കഴിഞ്ഞിട്ടുണ്ട്. മറ്റേതിൻ്റെ ഫ്ലവർ വെക്കുന്നതും ഷുഗർ ബോൾസ് ഇടുന്നതും ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ ഞാനിതാ പേരെഴുതി വെച്ചത് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഫോണ്ടൻറ്റിൽ ഇതുപോലെ പേരെഴുതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2ലും പേരെഴുതാനുണ്ടായിരുന്നു. അപ്പോൾ 2ഉം ഇങ്ങനെ ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഫ്ലവർ ഉണ്ടല്ലോ, അത് ഫാൻസി ഫ്ലവേഴ്സാണ് കേട്ടോ. പിന്നെ ഗോൾഡൻ കളറുള്ള ഷുഗർ ബോൾസുമാണ് ഈ ഒരു കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തത്. ചെറുതും വലുതുമായിട്ടുള്ള ഷുഗർ ബോൾസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഇതാണ്. ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ട് കേക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള എവർഗ്രീൻ ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുടെ മനസ്സിലേക്കും ഈ ഒരു രീതിയിലാണ് വരിക, ഈ ഒരു പുറത്തേക്ക് ഇങ്ങനെ ചോക്ലേറ്റ്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് നമുക്ക് പല മോഡലിലും ചെയ്യാമല്ലോ. അപ്പോൾ ഏത് രീതിയിലായാലും ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിനക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്